നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ വിക്രം സാർ, എനിക്ക് നിങ്ങൾ അത്യാവശ്യം ഒന്ന് കാണണം. അതിനെന്താ സാർ, എവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ മതി. സ്ഥലം ഞാൻ പറയാം. പെണ്ണൊരുമ്പെട്ടാൽ ദൈവത്തിന് പോലും പിടിച്ചു നിൽക്കാനാവില്ല. പിന്നല്ലേ നിന്നെപ്പോലെ ഒരു ക്രിമിനല്. വെച്ചിട്ട് പോടാ. ഒരു കാര്യം കൂടി കേട്ടോ, നീ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നീ ആരാണെന്ന്. നിന്റെ മുഖംമൂടി ഞാൻ പിച്ചി ചീന്തും. നിന്നിലെ യഥാർത്ഥ മുഖം ഈ വന്ദനം പൊതുമധ്യത്തിൽ കൊണ്ടുവന്നിരിക്കും. അതുവരെ നീ സിനിമയുടെ ട്രെയിലർ ഉണ്ടാക്കി കളിക്ക. പെണ്ണിന്റെ മനസ്സിനോളം മൂർച്ചയുള്ള ഒരായുധവും നീ അയക്കുന്ന ഗുണ്ടകളുടെ കയ്യിൽ ഉണ്ടാവില്ലടാ. പിന്നെ എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു പോറൽ നീ വീഴ്ത്തിയ അന്ന് നിന്റെ പോസ്റ്റ്മോർട്ടം ഞാൻ നടത്തും. പിന്നെ പത്രത്തിലെ ചരമക്കോളത്തിലായിരിക്കും കാണുക. നിനക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. കാരണം ആ പടം നിന്റേതാണല്ലോ. വെച്ചിട്ട് പോടാ. അപ്പോ വിക്രമിന് ചൂട് കയറി തുടങ്ങി. അവൻ കളി തുടങ്ങാൻ പോവാ. നേരിടാനുള്ള കരുക്കൾ ഞാനും നീക്കണമല്ലോ. ഏട്ടൻ ഒന്നിനും സമയമില്ല, എപ്പോഴും ടെൻഷനില്ല. ഏട്ടന്റെ ഭാര്യ ആയതിനു ശേഷം എന്റെ അവസ്ഥയും ഏകദേശം അത് തന്നെയാ. വർഷയ്ക്ക് ഇപ്പൊ എന്ത് കാര്യത്തിലാ ടെൻഷൻ? വന്ദനീച്ചയുടെ കാര്യത്തിൽ തന്നെ. എന്തു പറ്റി ഏട്ടാ? ഒരു പട്ടി കുറുകെ ചാടി ചത്തില്ല. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കാണുന്നത് പലതും വർഷ കാണുന്നില്ല, അതാ. ചെയ്യാത്ത മോഷണക്കുറ്റത്തിന് പോലീസ് വന്ദനേച്ചി അറസ്റ്റ് ചെയ്തത്. എന്തായാലും പാവ രക്ഷപ്പെട്ടു. ചേച്ചി മോഷ്ടിച്ചെന്നാണോ ഏട്ടൻ വിശ്വസിക്കുന്നേ? മോഷണാണ് ആരോപിച്ചിരിക്കുന്ന കുറ്റം. ഇടപെട്ടാൽ അത് ഭാര്യയുടെ സ്വന്തം ചേച്ചിയല്ലേ. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനുള്ള ചുമതല ഏട്ടനില്ലേ? ഏട്ടന്റെ അന്വേഷണത്തിൽ ചേച്ചി കള്ളിയാണെന്ന് തെളിഞ്ഞ ഏട്ടൻ അങ്ങനെ തന്നെ ഉറപ്പിച്ചോ? അല്ലെങ്കിൽ ആ വിശ്വാസം തിരുത്തുകയെങ്കിലും ചെയ്യാലോ. അതുവരെ എനിക്കൊരു സമാധാനമില്ല. എന്റെ ഭാര്യയുടെ മനസ്സമാധാനാണ് എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. എന്റെ മനസ്സമാധാനമാണ് വലുതെങ്കിൽ ചേച്ചി ചെന്ന് കാണണം. നടന്നതിന്റെ സത്യാവസ്ഥ അറിയണം. തീർച്ചയായും എനിക്കും സത്യാവസ്ഥ അറിയണം. എങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിൽ പോയി നമുക്ക് ചേച്ചിയെ കാണാം. വണ്ടി വീട്ടിലേക്ക് തന്നെ പോട്ടെ. ഇല്ല, എന്റെ വർഷേ, വന്ദന ചേച്ചി മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ മനസ്സിലാക്കണം. അതല്ലേ നിന്റെ ആഗ്രഹം? അതെ. അതിന് വീട്ടിൽ പോകാതെ വേറെ വഴിയുണ്ടല്ലോ. ഇൻസ്പെക്ടറെ വിളിച്ച് ചോദിക്കാം. എന്താ, അതുപോലെ? ഹലോ വിക്രം സാർ,
എനിക്ക് നിങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതിനെന്താ സാർ, എവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ മതി. സ്ഥലം ഞാൻ പറയാം. ഓക്കെ, ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ സാർ. വർഷ ഒരു കാര്യം ചെയ്, ഒരു ടാക്സി പിടിച്ച് നേരെ വീട്ടിലേക്ക് പോ. എന്റെ വീട്ടിലേക്കോ? അല്ല, നമ്മുടെ വീട്ടിലേക്ക്. എസ് ഐ കാണാൻ ഞാനും കൂടി വരാം. തൽക്കാലം വേണ്ട. വന്ദന ചേച്ചിക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയണം. വർഷ പേടിക്കണ്ട. കുറച്ച് കാശ് എസ് ഐക്ക് കൊടുത്തിട്ടാണെങ്കിലും വന്ദന ചേച്ചിക്കെതിരെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാതാക്കി ഞാൻ രക്ഷപ്പെടുത്തും. ഇത് എന്റെ മാത്രം വർഷയ്ക്ക് വിക്രം തരുന്ന വാക്ക. വർഷ, ഐ ലവ് യു. അവിടെ വിടാം. വർഷേ, നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കസ്റ്റമർ റിച്ചാർഡിന് പാഴ്സൽ എത്തിക്കേ. അയാൾ ഇതിനെ കോണ്ടാക്ട് ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.